ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് നോളജ് എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. നോളജ് അതായത് ഒരു പർട്ടിക്കുലർ ഡൊമൈൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ്, അതിൽ തിയറ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, അതിനെയാണ് നമുക്ക് നോളജ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു സമ്മായിട്ട് നമുക്ക് നോളജിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആരാണോ ഇത്തരത്തിലുള്ള നോളജ് പൊസസ് ചെയ്യുന്നത് അവരാണ് എക്സ്പേർട്സ്. ആര് വേണമെങ്കിലും ഒരു ഡൊമൈൻ എക്സ്പെർട്ട് ആകാം. എപ്പോഴാണ് ഹി ഓർ ഷീ ഹാസ് ഡീപ്പ് നോളജ് ആൻഡ് സ്ട്രോങ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഡൊമൈൻ. അതായത് ഒരു പർട്ടിക്കുലർ ഡൊമൈൻ എക്സ്പെർട്ട് ആകണമെങ്കിൽ ആ പർട്ടിക്കുലർ ഡൊമൈനിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റി നല്ല ഡീപ്പായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് അവരെ ഡൊമൈൻ എക്സ്പേർട്സ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ഏരിയ ഓഫ് ഡൊമൈൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആവാം. ഇൻ ജനറൽ ഒരു എക്സ്പെർട്ട് എന്ന് പറയുന്നത് ഒരു സ്കിൽഫുൾ പേഴ്സൺ ആണ്. ആ വ്യക്തിക്ക് സാധാരണക്കാരായ മറ്റ് വ്യക്തികൾ ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹ്യൂമൻ മെൻ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണലാണ്. മാത്രമല്ല അത് ഒരു അൽഗോരിതം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വളരെ കോംപ്ലക്സ് ആണ്. പക്ഷേ കൂടുതൽ എക്സ്പെർട്സിനും ഇത്തരത്തിലുള്ള നോളജുകളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻ ദ ഫോം ഓഫ് റൂൾസ് ഫോർ പ്രോബ്ലം സോൾവിങ്. ഇഫ് ദെൻ, അതായത് ഇപ്പം ഇഫ് ദെൻ രൂപത്തിൽ, ഇഫ് ദെൻ എൽസ് ഫോമിൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കണം. ഇഫ് ട്രാഫിക് ലൈറ്റ് ഈസ് ഗ്രീൻ ദെൻ ദ ആക്ഷൻ ഈസ് ഗോ. ഓക്കെ, ട്രാഫിക്കിൻ്റെ ലൈറ്റ് പച്ചയാണെങ്കിൽ പോവാം. ഇഫ് ട്രാഫിക് ലൈറ്റ് ഈസ് റെഡ് ദെൻ ദ ആക്ഷൻ ഈസ് സ്റ്റോപ്പ്. അപ്പോൾ ട്രാഫിക്കിൻ്റെ ലൈറ്റ് റെഡ് ആണെങ്കിൽ വണ്ടി നിർത്തണം അവിടെ വെച്ച്. റൂൾസ് ആസ് എ നോളജ് റെപ്രസെൻറ്റേഷൻ ടെക്നിക്ക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ റൂൾ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു നോളജ് റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണെന്ന് പറയാം. നോളജിൽ നമുക്ക് ഇഫ് ദെൻ സ്ട്രക്ചറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഒരു ഗിവൺ പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫാക്ട്സിനെ റിലേറ്റ് ചെയ്യാം. ഇഫ് പാർട്ട് എന്ന് പറഞ്ഞാൽ സം ആക്ഷൻസ് ഇൻ ദ ദെൻ പാർട്ട്, അങ്ങനെ. അപ്പോൾ ഒരു റൂൾ എന്ന് പറയുന്നത് സം ഡിസ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ച്. റൂൾസ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. റൂളിൽ മെയിൻലി രണ്ട് പാർട്ടുണ്ട്. ഒരു ഇഫ് പാർട്ടും ഉണ്ടാവും, ഒരു ദെൻ പാർട്ടും ഉണ്ടാവും. ഇഫ് പാർട്ടിൽ കൂടുതലുണ്ടാവുന്ന ആൻസിഡൻ്റ് ആണ്, പ്രിമിസിസ് അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻ. ഇനി ദെൻ പാർട്ടിൻ്റെ അകത്ത് കോൺസിക്വൻറ്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആക്ഷനാണ് ഉണ്ടാവുക. ഇഫ് ദെൻ, ഇഫിൻ്റെ അകത്ത് ആൻസിഡൻറ്റ് പറയും, ദെന്നിൻ്റെ അകത്ത് കോൺസിക്വൻറ്റ് പറയും. ഒരു റൂൾ എന്ന് പറയുമ്പം അതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൻസിഡൻസ് ഉണ്ട്. ഇത് കീവേഡ്സ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുന്നു, ആൻഡ്, ഓർ, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ. ഇഫ് ആൻസിഡൻറ്റ് 1 ആൻഡ് ആൻസിഡൻറ്റ് 2 അങ്ങനെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഒരുപാട് കണ്ടീഷൻസ്, എന്നിട്ട് അതിന് ഒന്ന് ഒരു കോൺസിക്വൻറ്റ്. അപ്പം ഇവിടെ കൺജക്ഷനും ഡിസ്ജങ്ഷനും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു റൂളിൻ്റെ ആൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പാർട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റും അതിൻ്റെ വാല്യൂവും. ഒരു ഒബ്ജക്റ്റും അതിൻ്റെ വാല്യൂവും ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും വാല്യൂ അതിൽ അസൈൻ ചെയ്യുകയും ചെയ്യും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇസ്, ആർ, ഈസ് നോട്ട്, ആർ നോട്ട്, ഇവയെല്ലാം ഒരു സിംബോളിക് ആയിട്ടുള്ള വാല്യൂസ് അസൈൻ ചെയ്യുന്നു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക്. എക്സ്പെർട്ട് സിസ്റ്റംസിന് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നു ഒരു ഒബ്ജക്റ്റ് ന്യൂമറിക്കലായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് അതൊരു ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് ഏജ് ഓഫ് ദി കസ്റ്റമർ ഈസ് ലെസ് ദാൻ 80 ആൻഡ് ദ ക്യാഷ് വിഡ്രോവൽ ഈസ് greater than 1000, then the signature of parent is required. മനസ്സിലായല്ലോ? കസ്റ്റമറിൻ്റെ പ്രായം 18 കുറവാണെങ്കിലും ക്യാഷ് 1000 മുകളിൽ ആ വ്യക്തി വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാലും പേരൻറ് സൈൻ വേണം. റൂൾസ് ക്യാൻ റെപ്രസെൻറ്റ് റിലേഷൻസ്, റെക്കമെൻഡേഷൻസ്, ഡയറക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ഹെറിറ്റിക്സ്. ഇപ്പോൾ ഒരു റിലേഷനാണ്. ഇപ്പോൾ നമുക്ക് റൂൾസിനെ നമുക്ക് റിലേഷൻ രൂപത്തിലും റെക്കമെൻഡേഷൻ രൂപത്തിലും ഡയറക്റ്റീവ്സിൻ്റെ രൂപത്തിലും സ്ട്രാറ്റജീസ്, ഹെറിറ്റിക് എന്ന ഫോമിലൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റിലേഷൻ എന്ന് പറയുമ്പം ഇഫ് ഫ്യൂവൽ ടാങ്ക് എം ടി ആണെങ്കിൽ കാറ് ഡെഡായി, പെട്രോൾ ഇല്ല, വണ്ടി ഓടില്ല. റെക്കമെൻഡേഷൻ സീസൺ ഓട്ടമാണ്, സ്കൈ ക്ലൗഡിയാണ്, ഫോർകാസ്റ്റ് ഡ്രിസിലാണ്. അപ്പം എന്താണ് മഴ പെയ്യാനുള്ള സാധ്യതയെ പറ്റി പറയുന്ന. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കൺക്ലൂഷൻ എന്താണ്? ഒരു അമ്പർല എടുക്കണം. അടുത്തത് ഡയറക്റ്റീവ്, കാറ് ഡെഡാണ് ആൻഡ് ദ ഫ്യൂവൽ ടാങ്ക് ഈസ് എം ടി. ദെൻ ഒരു ആക്ഷൻ പറയുന്നു, ആക്ഷൻ ഈസ് റിഫ്യൂവൽ ദ കാർ. അപ്പോൾ ഇവിടെ ഓരോ റിലേഷനും റെക്കമെൻഡേഷനും ഡയറക്റ്റീവ്സിൻ്റെയും എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സ്ട്രാറ്റജീസ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഇവിടെ സ്ട്രാറ്റജീസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കുറേ സീക്വൻസ് ഓഫ് ആയിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ പോലെ. അതായത് ഇവിടെ കാർ ഡെഡാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ എന്താണ്? ഫ്യൂവൽ ടാങ്ക് ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയെങ്കിൽ അപ്പം ഫ്യൂവൽ ടാങ്ക് ഫുള്ളായി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ബാറ്ററി ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയത്തില്ല, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റാണ്. ഹെറിസ്റ്റിക്, സ്പില്ലെന്ന് പറഞ്ഞ ലിക്വിഡാണ്. സ്പില്ലിൻ്റെ pH വാല്യൂ 6 കുറവാണ്. സ്പില്ലിന് സ്മെല്ല് വിനാഗറിനെ പോലെയാണ്. സ്പിൽ സ്മെൽ എന്ന് പറഞ്ഞ വിനാഗറാണ്. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ എന്ത് ഡെറൈവ് ചെയ്തു? സ്പിൽ മെറ്റീരിയലൊക്കെ അസറ്റിക് ആസിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ടീമിലെ മെയിൻ പ്ലേയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ പ്ലേയേഴ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ടീം. എന്ത് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള? ഈ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പോൾ മെയിൻലി 5 മെമ്പേഴ്സ് ഉണ്ട് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ടീമിൽ. ഒരു ഡൊമൈൻ എക്സ്പെർട്ട് ഉണ്ട്, നോളജ് എഞ്ചിനീയർ ഉണ്ട്, പ്രോഗ്രാമർ ഉണ്ട്, പ്രൊജക്റ്റ് മാനേജർ ഉണ്ട്, എൻഡ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനാണ്? എങ്ങനെ നന്നായിട്ട് ഇവർ ഒരുമിച്ച് മെമ്പേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നു എന്നതിനെ. ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ മെയിൻ പ്ലേയേഴ്സാണ് ഡൊമൈൻ എക്സ്പെർട്ട്, നോളജ് എഞ്ചിനീയർ, പ്രോഗ്രാമർ, എൻഡ് യൂസേഴ്സ്, പ്രൊജക്റ്റ് മാനേജർ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരാരൊക്കെയാണെന്ന് നോക്കാം. ഡൊമൈൻ എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈനിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഭയങ്കര ആ പർട്ടിക്കുലർ ഡൊമൈനിനെ പറ്റി ഒരുപാട് നോളജ് ഉള്ളവരും അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ പർട്ടിക്കുലർ ഡൊമൈനിൽ ഗ്രേറ്റസ്റ്റ് എക്സ്പെർട്ടൈസ് ഉള്ള ആളായിരിക്കും. എക്സ്പെർട്ട് സിസ്റ്റം ആ വ്യക്തിയുടെ അത്തരത്തിലുള്ള ആ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ അതിനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എക്സ്പെർട്ട് സിസ്റ്റത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ നോളജിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്മെൻറ്റിൽ പ്രാക്ടീസിന് വില്ലിങ് ആകണം. എന്നിട്ട് അതായത് നമ്മുടെ എക്സ്പെർട്ട് സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ടൈം ഇദ്ദേഹം മാറ്റിവെക്കണം. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡൊമൈൻ, ആ ഡൊമൈനിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തി. അയാൾക്ക് ആ പർട്ടിക്കുലർ ഡൊമൈനിനെ പറ്റി ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് പ്രാക്ടിക്കൽ സ്കില്ലുകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അയാളുടെ ആ അദ്ദേഹത്തിൻ്റെ ആ എക്സ്പെർട്ടൈസ് എടുത്ത് ആ എക്സ്പെർട്ട് സിസ്റ്റത്തിലേക്ക് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ആ എക്സ്പെർട്ടിൻ്റെ മൊത്തം നോളജും ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിന് അറിയേണ്ടി വരത്തില്ലേ? അപ്പോൾ ഈ എക്സ്പെർട്ടിൻ്റെ നോളജിനെ
ഈ എക്സ്പെർട്ട് സിസ്റ്റവുമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പങ്കുവെക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ അങ്ങനെ പറ്റണമെങ്കിൽ ഈ എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അതുമായിട്ട് സഹകരിക്കാൻ ഇവർ തയ്യാറാകണം. അപ്പോൾ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സമയം മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡൊമൈൻ എക്സ്പെർട്ട് എന്ന് പറയുന്നത് എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നു. നോളജ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഡിസൈൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ ഡൊമൈൻ എക്സ്പെർട്ടിനെ ഒന്ന് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നു, ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോബ്ലംസ് ഒക്കെ ഈ ഡൊമൈൻ എക്സ്പെർട്ടിന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ. അപ്പം നോളജ് എഞ്ചിനീയർ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഒരു റീസണിങ് മെത്തേഡ്സൊക്കെ ഈ എക്സ്പെർട്സ് യൂസ് ചെയ്യുന്നത് ഈ ഫാക്ട്സിനെയും റൂൾസിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല എക്സ്പെർട്ട് സിസ്റ്റത്തിൽ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു നോളജ് എഞ്ചിനീയർ എന്ന് പറയുന്നത് സം ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ചൂസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ എക്സ്പെർട്ട് സിസ്റ്റം ഷെൽസിനെ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ നോളജിനെ എൻകോഡ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ ലുക്കപ്പ് ചെയ്യുന്നു. ഈ നോളജ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ടെസ്റ്റിങ്, റിവൈസിങ്, എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് സ്പേസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ ഇതുപോലത്തെ ടാസ്കുകളൊക്കെ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാണ് ആക്ച്വൽ ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. ഡൊമൈൻ നോളജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ടേംസിൽ. പ്രോഗ്രാമറിന് സ്കിൽസ് ആവശ്യമായിട്ട് വരുന്നു ഇൻ സിംബോളിക് പ്രോഗ്രാമിംഗ്, അതായത് ഈ AI ലാംഗ്വേജിലുള്ള, അതായത് ഇപ്പോൾ ലിസ്പ്, പ്രൊലോഗ്, OPS 5 അതാണ് AI ലാംഗ്വേജിലുള്ള സിംബോളിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. AI ലാംഗ്വേജ് ആയിട്ടുള്ള സിംബോളിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം ഷെൽസിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതിനുള്ള എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും വേണം. പ്രോഗ്രാമറിന് കൺവെൻഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ടുള്ള C, പാസ്കൽ, ഫോർട്ടാൻ, ബേസിക് ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. പ്രൊജക്റ്റ് മാനേജർ എന്ന് പറയുന്നത് ഒരു ലീഡറാണ് എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ടീമിലുള്ള. ഈ പ്രൊജക്റ്റ് ട്രാക്കിലാണോ ഓടുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. ഇദ്ദേഹം എല്ലാ ഡെലിവറബിൾസും മൈൽ സ്റ്റോൺസും എല്ലാം മെറ്റ് ചെയ്തും ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പെർട്ട്, നോളജ് എഞ്ചിനീയർ, പ്രോഗ്രാമർ, എൻഡ് യൂസേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു. അടുത്തതാണ് എൻഡ് യൂസേഴ്സ്. ജസ്റ്റ് യൂസേഴ്സിൻ്റെ ഇവർ വിളിക്കാം. ഇവരാണ് എക്സ്പെർട്ട് സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ. യൂസേഴ്സിന് എക്സ്പെർട്ട് സിസ്റ്റം പെർഫോമൻസിൽ കോൺഫിഡൻറ്റ് മാത്രമല്ല ഉണ്ടാവുന്നത്, അത് ഉപയോഗിക്കുന്നതിൽ അവർക്ക് കംഫർട്ടബിളും കൂടെ ആയിരിക്കണം അവർ. അപ്പം ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുക എന്നത്, എക്സ്പെർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുക എന്നത് ആ പ്രൊജക്റ്റിൻ്റെ സക്സസ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നു. അപ്പോൾ ഇവിടെ എൻഡ് യൂസേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ക്രൂഷ്യലാണ്. എന്താണ് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് എ റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റം. അപ്പോൾ ഏർലി 70s ന്യൂവലും സൈമണും ഈ കാർണിഗ് മെല്ലൺ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരാണ് പ്രപ്പോസ് ചെയ്താണ് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം മോഡൽ. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് മോഡേൺ ആയിട്ടുള്ള റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻസിന് പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈ നോളജ് എല്ലാം അപ്ലൈ ചെയ്തിട്ടൊരു ഗിവൺ പ്രോബ്ലത്തിലേക്ക് ഇതിനെ ഒരു പ്രോബ്ലം സ്പെസിഫിക് ഇൻഫർമേഷൻസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഡക്ഷൻ റൂൾസൊക്കെ സ്റ്റോർ ചെയ്യുന്നു ലോങ് ടൈം മെമ്മറിയിൽ. പ്രോബ്ലം സ്പെസിഫിക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫാക്ട്സ് ഷോർട്ട് ടൈം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം മോഡൽ കൊടുത്തിട്ടുണ്ട്.
ലോങ് ടൈം മെമ്മറിയിൽ പ്രൊഡക്ഷൻ റൂൾസ് ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറിയിൽ ഫാക്റ്റ് ഉണ്ട്, റീസണിങ്ങിലെത്തി. അപ്പോൾ ഈ ഫാക്ട്സിൽ റൂളുകൾ അപ്ലൈ ചെയ്ത് റീസണിങ് നടത്തി നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇതെന്ന് പറയുന്നത് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്, ബേസിക് സ്ട്രക്ചർ ഓഫ് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റം. അപ്പോൾ നോളജ് ബേസിൻ്റെ അകത്ത് ഒരുപാട് ഫാക്ട്സുകളുണ്ട്. ഇഫ് ദെൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറേ റൂൾസ് ഉണ്ട് നോളജ് ബേസിൻ്റെ അകത്ത്. ഡേറ്റാ ബേസിൻ്റെ അകത്ത് ഫാക്ട്സ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഇൻഫറൻസ് എഞ്ചിനിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇൻഫറൻസ് എഞ്ചിൻ ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി ഉണ്ട്, യൂസർ ഇൻ്റർഫേസിലൂടെ അത് ആക്സസ് ചെയ്യുന്നു. നോളജ് ബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡൊമെയിൻ നോളജുകളുണ്ട്. റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് നോളജിനെ കുറേ സെറ്റ് ഓഫ് റൂൾസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ റൂൾസിനും ഒരു റിലേഷൻ സ്പെസിഫൈ ചെയ്യുന്നു. റിലേഷൻ മാത്രമല്ല, റിലേഷൻ, റെക്കമെൻഡേഷൻ, ഡിറക്റ്റീവ്, സ്ട്രാറ്റജി, ഹെറിസ്റ്റിക് ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നു ഓരോ റൂളും. മാത്രമല്ല അതിനൊരു ഇഫ് ദെൻ സ്ട്രക്ചറും ഉണ്ട്. ഒരു റൂളിൻ്റെ കണ്ടീഷൻ പാർട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ റൂൾ എന്ന് പറയുന്നത് ഫയറിലാണെന്ന് പറയാം. അങ്ങനെ ആക്ഷൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ സെറ്റ്സ് ഓഫ് ഫാക്ട്സ് ഉണ്ട്. ഇതുപയോഗിച്ച് ഈ ഇഫ് പാർട്സ് ഓഫ് റൂൾസിനെ നോളജ് ബേസിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് യൂസ് ടു മാച്ച് against the if parts of rules stored in knowledge base. ഇൻഫറൻസ് എൻജിൻസ് റീസണിങ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പെർട്ട് സിസ്റ്റംസ് സൊല്യൂഷനിൽ എത്തിച്ചേരുന്നു. ഇത് നോളജ് ബേസിൽ കൊടുത്തിരിക്കുന്ന റൂൾസ് അതിൻ്റെ ഡേറ്റാബേസിൽ കൊടുത്തിരിക്കുന്ന ഫാക്ട്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അടുത്തതാണ് എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി. ഇതെന്ന് പറയുന്നത് യൂസറിനെ എനേബിൾ ചെയ്യുന്നു എക്സ്പെർട്ട് സിസ്റ്റത്തിനോട് ആസ്ക് ചെയ്യാൻ എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത് നമ്മൾ, അതുപോലെ എന്തുകൊണ്ടാണ് ഈ സ്പെസിഫിക് ഫാക്റ്റ് ആവശ്യമായി വന്നത്, ഇതൊക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള റീസണിങ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു അഡ്വൈസ് കൊടുത്താൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും അനലൈസിസും കൺക്ലൂഷൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിനും യൂസറിനും ഇടയ്ക്കുള്ള. ഒരു യൂസർ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനെ തേടി എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ അവർക്ക് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോളജ് ബേസ് ഉണ്ട്, ഡേറ്റാ ബേസ് ഉണ്ട്. നോളജ് ബേസിൻ്റെ അകത്ത് ഒരുപാട് റൂൾസ് ഉണ്ട്, ഇഫ് ദെൻ റൂൾസുകളുണ്ട്. ഡേറ്റാ ബേസിൽ ഒരുപാട് ഫാക്ട്സുകളുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ഡേറ്റാബേസുകളുണ്ട്, എക്സ്റ്റേണൽ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഇൻഫറൻസ് എൻജിൻസ് ഒരു കൺക്ലൂഷനൊക്കെ എത്തിച്ചേർന്നാൽ എക്സ്പ്ലനേഷൻ ഫെസിലിറ്റീസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. യൂസർ ഇൻ്റർഫേസിലൂടെ യൂസറിന് ഇത് ആക്സസ് ചെയ്യാം. പിന്നെ ഡെവലപ്പറിൻ്റെ ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ ഡെവലപ്പറിൻ്റെ ഇൻ്റർഫേസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടിരിക്കുന്ന ഒരാൾ കാണും. അപ്പോൾ ആ ആളുടെ അടുത്ത് നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നോളജ് എൻജിൻ്റെ കളക്ട് ചെയ്ത് ഡെവലപ്പർ ഇൻ്റർഫേസിലൂടെ അത് കൈമാറുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അത് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് കൊടുക്കുകയും ചെയ്യുന്നു. നോളജ് ബേസിലും ഡേറ്റാ ബേസിലൊക്കെ അതിങ്ങനെ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ എക്സ്പെർട്ട് ലെവൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻ എ നാരോ സ്പെഷ്യലൈസ്ഡ് ഡൊമൈൻ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഇത് എൻ്റെ ഒരു ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് എത്ര സ്പീഡിൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിന് യൂസർ ഒരിക്കലും സാറ്റിസ്ഫൈ ആവുകയില്ല റിസൾട്ട് റോങ് ആണെങ്കിൽ. മറ്റൊരു രീതിയിൽ പറയാനാണെങ്കിൽ ഒരു സൊല്യൂഷനിൽ എത്തുന്നതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്
അല്ലെങ്കിൽ ഡയഗ്നോസിസ്, ഇതൊന്നും യൂസ്ഫുൾ ആകുകയില്ല ഇപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ലേറ്റ് ആണെങ്കിൽ. അതായത് ഇപ്പം ഒരു എമർജൻസി കണ്ടീഷനിൽ ഒരു പേഷ്യൻ്റ് മരിക്കുക, അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റ് എക്സ്പ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി കണ്ടീഷൻസിൽ നമ്മളൊരു അക്യൂറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ത് ചെയ്യണം എന്ന് ഈ എക്സ്പെർട്സിനോട് ചോദിക്കുമ്പം അത് അക്യൂറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവശ്യം കഴിഞ്ഞിപ്പം ഡിസിഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതാദ്യം പറയുന്നത്. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റംസ് ഹെറിസ്റ്റിക്സിനെ അപ്ലൈ ചെയ്യുന്നു റീസണിങ്ങിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല സൊല്യൂഷൻ്റെ സെർച്ച് ഏരിയ റെഡ്യൂസ് ചെയ്യുന്നു. എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കേപ്പബിലിറ്റീസ് തന്നെയാണ്. ഇത് എക്സ്പെർട്ട് സിസ്റ്റത്തിനെ എനേബിൾ ചെയ്യുന്നു അതിൻ്റെ റീസണിങ്ങിനെ റിവ്യൂ ചെയ്യാനും ഡിസിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും. എക്സ്പെർട്ട് സിസ്റ്റംസ് സിംബോളിക് റീസണിങ് എംപ്ലോയ് ചെയ്യുന്നു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിംബൽസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ്, അതായത് ഫാക്ട്സ്, കൺസെപ്റ്റ്സ്, റൂൾസ് ഇവയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സ്പെർട്ട് സിസ്റ്റത്തിന് മിസ്റ്റേക്സ് പറ്റുമോ? ക്യാൻ എക്സ്പെർട്ട് സിസ്റ്റം മേക്സ് മിസ്റ്റേക്സ്? ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ട് ഹ്യൂമൻ തന്നെയാണ്. ആ ഹ്യൂമൻസിന് പോലും മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ ഇത് പറയുന്നത് ഈ എക്സ്പെർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഹ്യൂമൻ്റെ അതേ ലെവലിൽ എക്സ്പെർട്ടൈസ് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഹ്യൂമൻസ് ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഹ്യൂമൻസിന് പോലും മിസ്റ്റേക്ക് വന്ന തെറ്റുകൾ പറ്റിയ ധാരാളമുള്ളത്. അവർക്കും ഓരോ മിസ്റ്റേക്ക് വന്നാൽ പിന്നെ എക്സ്പെർട്ട് സിസ്റ്റത്തിന് വരാതിരിക്കുമോ മിസ്റ്റേക്സ്? പക്ഷെ എങ്കിലും എക്സ്പെർട്ട് സിസ്റ്റത്തെ ട്രസ്റ്റ് ചെയ്യുന്നു. അവരുടെ ജഡ്ജ്മെൻറ്റ് ചില കേസുകളിലൊക്കെ റോങ് ആകാമെന്ന് അറിയാമെങ്കിൽ പോലും. പക്ഷെ കൂടുതലും റെയർ കണ്ടീഷനുകളൊക്കെയാണ് ഇവർ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നത്. എങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അവെയർ ആയിരിക്കണം. ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് നോളജ് പ്രോസസ്സിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് നോളജ് ബേസും ഇൻഫറൻസ് എഞ്ചിനും സ്പ്ലിറ്റപ്പ് ആകുന്നു ചെയ്താണ് ഇരിക്കുന്നത്. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമിൽ കുറേ മിക്സ്ചർ ഓഫ് നോളജും അതുപോലെ കൺട്രോൾ സ്ട്രക്ചേഴ്സും ഉണ്ട് നോളജിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് അത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നു. അതുപോലെ പ്രോഗ്രാം കോഡ് റിവ്യൂ ചെയ്യുന്നതിന്. കാരണം കോഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് നോളജിനെയും പ്രോസസ്സിങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഷെല്ല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നോളജ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആ നോളജ് ബേസിലേക്ക് സിംപ്ലി റൂൾസുകളെ എൻ്റർ ചെയ്യുന്നു. ഓരോ പുതിയ റൂളുകളും സം ന്യൂ നോളജിനാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പെർട്ട് സിസ്റ്റംസ് സ്മാർട്ടർ ആകുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം സാധാരണ ഒരു കൺവെൻഷണൽ പ്രോഗ്രാം, എക്സ്പെർട്ട് സിസ്റ്റം, ഹ്യൂമൻ എക്സ്പെർട്സ് അത് തമ്മിലുള്ളൊരു ഒരു കമ്പാരിസണാണ് പറയുന്നത്. ഹ്യൂമൻ എക്സ്പെർട്സ് റൂൾസ് ഓഫ് തമ്പ് അല്ലെങ്കിൽ ഹെറിസ്റ്റിക് അങ്ങനത്തെ ഫോമിലുള്ള നോളജ് അത് ഉപയോഗിച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ നാരോ ഡൊമൈനിലെ പ്രോബ്ലംസ് ഹ്യൂമൻ എക്സ്പെർട്സ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ റൂൾസിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന നോളജ്, സിംബോളിക് ആയിട്ടുള്ള റീസണിങ് ഇവ ഉപയോഗിച്ചിട്ടാണ് നാരോ ഡൊമൈനിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ഇവിടെ ഡേറ്റാനെ പ്രോസസ്സ് ചെയ്യുകയും അൽഗോരിതത്തിനെ യൂസ് ചെയ്യുകയും ചെയ്യുന്നു. കുറേ സീരീസ് ഓഫ് വെൽ ഡിഫൈൻഡ് ഓപ്പറേഷൻസ് ആയിട്ട് ജനറൽ ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഹ്യൂമൻ ബ്രെയിനിൽ നോളജ് കമ്പൈൽഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ എക്സ്പെർട്സിൻ്റെ കാര്യത്തിലേക്ക് പറയുന്ന. ഇനിയിപ്പോൾ എക്സ്പെർട്സിൻ്റെ കാര്യത്തിലോ ഇതെന്ന് പറയുന്ന ഒരു ക്ലിയർ സെപ്പറേഷൻ ഓഫ് നോളജ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിന്നും. കൺവെൻഷണൽ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അത് നോളജിനെ സെപ്പറേറ്റ് ചെയ്യുന്നു കൺട്രോൾ സ്ട്രക്ചറിൽ നിന്നും ടു പ്രോസസ് ദിസ് നോളജ്. ഹ്യൂമൻ എക്സ്പെർട്സ് ഇതെന്ന് പറയുന്നത്
എക്സ്പ്ലെയിൻ ചെയ്യാൻ കേപ്പബിൾ ആണ്. ഓരോ ലൈൻ ഓഫ് റീസണിങ്ങും എന്നിട്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. എക്സ്പെർട്ട് സിസ്റ്റംസ് ഇത് റൂൾസിനെ ട്രേസ് ചെയ്യുന്നു. ഫയേർഡായ റൂൾസിനെ ട്രേസ് ചെയ്യുന്നു പ്രോബ്ലം സോൾവിങ് സെക്ഷനിലുള്ള. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ കണ്ടീഷൻസ് റീച്ച് ആയത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്പെസിഫിക് കണ്ടീഷൻ നമുക്ക് വേണ്ടത് എന്നൊക്കെ. കൺവേർഷണൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ റിസൾട്ട് നമുക്ക് എത്തിയത് എന്നുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയില്ല. അതിന് പകരം എന്തിനാണ് ഈ ഡേറ്റ നമുക്ക് ആവശ്യം എന്നതാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഹ്യൂമൻ എക്സ്പെർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇൻഎക്സാക്റ്റ് റീസണിങ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ്, അൺസർട്ടൻ, ഫസി ഇൻഫർമേഷൻസിനെ ഇത് ഡീൽ ചെയ്യുന്നു. ഇനി എക്സ്പെർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ഇൻഎക്സാക്റ്റുള്ള റീസണിങ് പെർമിറ്റ് ചെയ്യുന്നു. ഇൻകംപ്ലീറ്റ്, അൺസർട്ടൻ ആൻഡ് ഫസി ഡേറ്റ ഇത് ഡീൽ ചെയ്യുന്നു. കൺവെൻഷണൽ പ്രോഗ്രാംസ് ഇതെന്ന് പറയുന്നത് ഈ ഡേറ്റ കംപ്ലീറ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ് ആയ സ്ഥലങ്ങളില്ലേ അവിടുത്തെ പ്രോബ്ലംസിനെ മാത്രമേ അതിലേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി ഹ്യൂമൻ എക്സ്പെർട്സിൻ്റെ കേസിൽ ഈ ഇൻഫർമേഷൻസ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഫസി ആകുമ്പം മിസ്റ്റേക്സ് ഉണ്ടാകാം. അതുപോലെ എക്സ്പെർട്ട് സിസ്റ്റംസും ഡേറ്റ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഫസി ആകുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാക്കാം. കൺവെൻഷണൽ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഒരു സൊല്യൂഷനും പ്രൊവൈഡ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഒരു തെറ്റായ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഡേറ്റ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഫസി ആകുമ്പോൾ. ഇനി ഹ്യൂമൻ എക്സ്പെർട്സിൻ്റെ കേസിൽ ഇത് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നു ഇയേഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലൂടെ. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. എക്സ്പെർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതും പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നു പുതിയ ന്യൂ റൂൾസ് ആഡ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഓൾഡ് വൺസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ. നോളജ് ബേസിലുള്ള പുതിയ നോളജ് അക്യൂർ ആകുമ്പോൾ ചേഞ്ചസ് ഈസിലി അക്കംപ്ലിഷ് ആകുന്നു. ഇനി കൺവെൻഷണൽ പ്രോഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഒരു പ്രോബ്ലം സോൾവിങ്ങിനുള്ള ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നു പ്രോഗ്രാം കോഡ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ. ഇത് നോളജിനെയും അഫക്റ്റ് ചെയ്യുകയും പ്രോസസ്സിങ്ങിനെയും നോളജിനെ അഫക്റ്റ് ചെയ്യുകയും ചേഞ്ചസ് ഡിഫിക്കൽട്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റൂൾ ബേസ്ഡ് എക്സ്പ്രഷൻസിൽ ഉപയോഗിക്കുന്ന ഫോർവേഡ് ചെയിനിങ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഡൊമെയിൻ നോളജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇഫ് ദെൻ പ്രൊഡക്ഷൻ റൂൾസ് ഉപയോഗിച്ചിട്ടാണ്. ഡേറ്റ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറച്ച് സെറ്റ് ഓഫ് ഫാക്ട്സിനെ പറ്റിയിട്ടാണ്. ഈ ഫാക്ട്സ് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻസിലെ ഫാക്ട്സ് ആയിരിക്കും. ഇൻഫറൻസ് എൻജിൻസ് എന്ന് പറയുന്നത് ഓരോ റൂളുകളെയും കമ്പയർ ചെയ്യുന്നു. ഇത് നോളജ് ബേസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫാക്ട്സുമായിട്ട്. ഇത് ഡേറ്റാ ബേസിലുണ്ട്. ഈ ഫാക്ട്സ് എന്ന് പറയുന്നത് ഡേറ്റാ ബേസിലുണ്ട്. അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ പാർട്ട് ഓഫ് ദ റൂൾ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റിനെ മാച്ച് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ റൂൾ ഫയർ ആകുന്നു. അപ്പോൾ ദെൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ എന്ന് പറയുന്നത് ആക്ഷൻ പാർട്ടാണ്. അപ്പോൾ ഒരു റൂള് മാച്ച് ചെയ്യുക, റൂളിൻ്റെ ഇഫ് പാർട്ട് മാച്ച് ചെയ്യുക ഫാക്ട്സുമായിട്ട്. അപ്പോൾ ഇത് ഇൻഫറൻസ് ചെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻഫറൻസ് ചെയിൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സ്പെർട്ട് സിസ്റ്റംസ് ഇത് അപ്ലൈ ചെയ്ത് ഈ റൂൾസുകളൊക്കെ അപ്ലൈ ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത് എന്നതാണ്. ഇൻഫറൻസ് എൻജിൻ സൈക്കിൾസ് വിയ മാച്ച് ഫെയർ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഒരു ഡേറ്റാബേസ് ഉണ്ട്, അതിനകത്ത് കുറേ ഫാക്ട്സുകളുണ്ട്, നോളജ് ബേസ്ഡ് ഉണ്ട്, അതിനകത്ത് റൂളുകളുണ്ട്. അപ്പം റൂളിൽ പറയുന്നത് ഇഫ് എ ഈസ് എക്സ് ദെൻ ബി ഈസ് വൈ. സോ എ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് വൈ എന്ന് പറഞ്ഞ ഫാക്റ്റ് ഫയർ ചെയ്യുന്നു എ എന്ന് പറഞ്ഞ എക്സ് മാച്ച് ആകുമ്പോൾ. അതാണ് ഈ ഫിഗർ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫറൻസ് ചെയിൻ്റെ എക്സാമ്പിളാണ്. റൂൾ 1 പറയുന്നത് വൈ ട്രൂ ആണെങ്കിൽ, അതുപോലെ ഡി ട്രൂ ആണെങ്കിൽ ഇസഡ് ട്രൂ ആണ്.
രണ്ടാമത്തെ റൂൾ 2 പറയുന്നത് എക്സ് ട്രൂ ആണെങ്കിൽ ബി ട്രൂ ആണെങ്കിൽ ഇ ട്രൂ ആണെങ്കിൽ വൈ ട്രൂ ആണ്. റൂൾ 3 പറയുന്നത് എ ട്രൂ ആണെങ്കിൽ എക്സും ട്രൂ ആണ്. അത് ഇഫ് ദെൻ, ഇഫ് ആൻഡ് ദെൻ അങ്ങനെ കൺജക്ഷൻ ഒക്കെ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഈ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ചെയിനിങ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഡ്രിവൺ റീസണിങ് ആണ്. ഈ റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോൺ ഡേറ്റയിൽ നിന്നാണ്. എന്നിട്ട് ആ ഡേറ്റയുമായിട്ട് ഫോർവേഡ് പ്രൊസീഡ് ചെയ്യുന്നു. ഓരോ ടൈമിലും ടോപ്പ് മോസ്റ്റ് റൂളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫയർ ചെയ്ത് കഴിയുമ്പം റൂള് ഒരു പുതിയ ഫാക്റ്റിനെ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യുന്നു. ഏതൊരു റൂളും നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. മാച്ച് ഫയർ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം അവിടെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂളുകളും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ് ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. എന്നിട്ട് അതിനെ ഇൻഫറിങ് ചെയ്യുന്നു. ഫ്രം ഇറ്റ് വാട്ട് എവർ ക്യാൻ ബി ഇൻഫേർഡ്. സോ ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല റൂളുകളുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് എസ്റ്റാബ്ലിഷ്ഡ് ഗോളുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫാക്റ്റിനെ മാത്രം ഇൻഫർ ചെയ്യുന്നതാണെങ്കിൽ ഫോർവേഡ് ചെയിനിങ് ഇൻഫർ ടെക്നിക് എന്ന് പറയുന്നത് അവിടെ എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ബാക്ക്വേർഡ് ചെയിനിങ് നോക്കാം. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത് ഗോൾ ഡ്രിവൺ റീസണിങ് ആണ്. ബാക്ക്വേർഡ് ചെയിനിങ്ങിൻ്റെ അകത്ത് എക്സ്പെർട്ട് സിസ്റ്റംസിന് ഗോളുകളുണ്ട്. അതുപോലെ തന്നെ ഇൻഫറൻസ് എൻജിൻസ് എവിഡൻസിനെ ഫൈൻഡ് ചെയ്യുന്നു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നോളജ് ബേസിനെ സെർച്ച് ചെയ്യുന്നു റൂൾസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഡിസൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അതിനുണ്ടാവും. സച്ച് റൂൾസിന് ഗോളുണ്ട്. ഇൻ ദെൻ ദെയർ ആക്ഷൻ പാർട്ട്, ഇൻ ദെൻ എ പാർട്ട്. അപ്പോൾ അത്തരത്തിലുള്ള റൂളിനെ ഫൗണ്ട് ചെയ്താൽ അതിൻ്റെ പാർട്ട് ഡേറ്റാസായിട്ട് മാച്ച് ചെയ്താൽ, ഡേറ്റാബേസിലുള്ള ഡേറ്റാസായിട്ട് മാച്ച് ചെയ്താൽ അപ്പോൾ റൂൾ ഫയർ ആകുന്നു, ഗോൾ പ്രൂവ്ഡ് ആകുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു റെയർ കേസാണ്. ബാക്ക്വേർഡ് ചെയിനിങ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇൻഫറൻസ് എൻജിൻസ് റൂൾസിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. ഇറ്റ് ഈസ് വർക്കിംഗ് വിത്ത്, അപ്പോൾ അത് എന്തിനുമായിട്ടാണ് വർക്ക് ചെയ്യുന്ന ആ റൂളിനെ പുട്ട്സ് അസൈഡ് ചെയ്യുന്നു. റൂളിനെ നമുക്ക് സ്റ്റാക്ക് എന്ന് പറയാം. എന്നിട്ടൊരു പുതിയ ഗോൾ അല്ലെങ്കിൽ ഒരു സബ് ഗോൾ സെറ്റപ്പ് ചെയ്യുന്നു ഈ റൂളിൻ്റെ ഇഫ് പാർട്ടിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ നോളജ് ബേസിനെ പിന്നെയും സെർച്ച് ചെയ്യുന്നു ഫോർ ദ റൂൾസ് ദാറ്റ് ക്യാൻ പ്രൂവ് സബ് ഗോൾ. അപ്പോൾ സബ് ഗോളിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസിന് വേണ്ടിയിട്ട് നോളജ് ബേസിനെ വീണ്ടും സെർച്ച് ചെയ്യുന്നു. ഇൻഫറൻസ് എഞ്ചിൻ്റെ പ്രോസസ്സ് ഓഫ് സ്റ്റാക്കിംഗ് റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റാക്കിംഗ് ദ റൂൾസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു നോളജ് ബേസിൽ ഈ കറണ്ട് സബ് ഗോളിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂൾസും ഇല്ലാത്ത അവസ്ഥ വരെ. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് ചെയിനിങ്ങും ബാക്ക്വേർഡ് ചെയിനിങ്ങും എപ്പോഴെങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിന് ആദ്യം ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് എന്നിട്ട് അതിനെ ഇൻഫർ ചെയ്ത് എന്നിട്ട് അതിൽ എത്രത്തോളം ഇൻഫർ ചെയ്യാൻ പറ്റുമോ അത്തോളം ഇൻഫർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഫോർവേഡ് ചെയിനിങ് ഇൻഫറൻസ് എഞ്ചിൻ ഉപയോഗിക്കാം. പക്ഷേ ഈ എക്സ്പെർട്ടൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സൊല്യൂഷൻസിൽ നിന്ന് ബിഗിൻ ചെയ്ത് എന്നിട്ട് ഫാക്ട്സുകളെ ഫൈൻഡ് ചെയ്യുന്നു അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പം ബാക്ക്വേർഡ് ചെയിനിങ് ഇൻഫറൻസ് എൻജിൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ. അപ്പോൾ രണ്ട് സിമ്പിൾ റൂൾസ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഇപ്പോൾ റൂള് 1 ട്രാഫിക് ലൈറ്റ് പച്ചയാണെങ്കിൽ നമ്മുടെ ആക്ഷൻ എന്താണ്? പൊക്കോളൂ, കടന്നു പൊക്കോളൂ എന്നതാണ്, ഗോയാണ്. ട്രാഫിക് ലൈറ്റ് റെഡ് ആണെങ്കിൽ ആക്ഷൻ സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റൂള് പെട്ടെന്ന് വന്ന് അതിനകത്ത് ട്രാഫിക് ലൈറ്റ് റെഡ് ആണെങ്കിൽ ഗോയാണെന്ന്. അപ്പോൾ അത് റൂൾ 1 റൂൾ 2 ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ
അതായത് ബോത്ത് ഓഫ് ദം ക്യാൻ ബി സെറ്റ് ടു ഫയർ വെൻ ദ കണ്ടീഷൻ പാർട്ട് ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ എന്താണ്, ഇതൊരു കോൺഫ്ലിക്റ്റ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇൻഫറൻസ് എഞ്ചിൻ ഇവിടെ അവർ ഡിറ്റർമൈൻ ചെയ്യണം ഏത് റൂളാണ് ഫയർ ചെയ്യേണ്ടതെന്ന് ഇത്തരത്തിലുള്ള സെറ്റുകളിൽ നിന്നും. അപ്പം ഏത് റൂളാണ് ഫയർ ചെയ്യേണ്ടത് ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നത് എന്നുള്ള മെത്തേഡിനെയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗിവൺ സൈക്കിളിൽ ഒരുപാട് റൂൾസുകളുണ്ട് ഫയർ ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള. അപ്പോൾ അതിൽ നിന്നും ഏത് റൂളാണ് നല്ലത് ഫയർ ചെയ്യാനായിട്ട് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യുക എന്ന മെത്തേഡിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ചെയിനിങ്ങിൽ 2 റൂളുകളും ഫയർഡ് ആകുന്നു. റൂൾ 2 ഫയർഡ് ആകുന്നു. ആദ്യം തന്നെ ആസ് ദ ടോപ്പ് മോസ്റ്റ് വൺ, ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ദെൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആക്ഷൻസ് ഒബ്റ്റൈൻസ് ചെയ്യുന്നു, വാല്യൂ സ്റ്റോപ്പ്. പക്ഷേ റൂൾ 3 കൂടെ ഇവിടെ ഫയർ ചെയ്യുകയാണെങ്കിൽ കണ്ടീഷൻ പാർട്ട് ഓഫ് ദി റൂള് ഈ ഫാക്റ്റായിട്ടുള്ള ട്രാഫിക് ലൈറ്റ് ഈസ് റെഡ് എന്ന് പറഞ്ഞ ഫാക്റ്റായിട്ട് മാച്ച് ആകുന്നു. അത് ഡേറ്റാബേസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഒബ്ജക്റ്റ് ആക്ഷൻ ഗോ എന്ന് പറഞ്ഞ വാല്യൂ ടേക്ക് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് മെത്തേഡ്സ് യൂസ് ചെയ്യാം? ഹയസ്റ്റ് പ്രയോറിറ്റിയുള്ള റൂൾസ് ഫയർ ചെയ്യുക. സിമ്പിൾ ആപ്ലിക്കേഷൻസ് ആയാൽ പ്രയോറിറ്റീസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ നോളജ് ബേസിൽ റൂൾസുകൾ അപ്രോപ്രിയേറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നതിലൂടെ. സാധാരണ ഈ സ്ട്രാറ്റജീസൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നത് എക്സ്പെർട്ട് സിസ്റ്റം വിത്ത് അറൌണ്ട് 100 റൂൾസ് ഉള്ളവയിലാണ്. മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഫയർ ചെയ്യുക. ഈ മെത്തേഡിനെ നമുക്ക് ലോങ്ങസ്റ്റ് മാച്ച് സ്ട്രാറ്റജി എന്ന് പറയാം. ഇതെന്ന് പറയുന്ന ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്പെസിഫിക് റൂളിനെ കുറിച്ചുള്ള. എന്നിട്ട് ജനറൽ വണ്ണിനേക്കാളും അത് ഇൻഫർമേഷൻസിനെ കൂടുതലായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ആദ്യം തന്നെ റൂളിനെ ഫയർ ചെയ്യുന്നു. അത് മോസ്റ്റ് റീസെൻ്റ്ലി ഡേറ്റാബേസിൽ ഏറ്റവും റീസെൻ്റ്ലി എൻ്റർ ആയിട്ടുള്ള ഡേറ്റാസിനെ ആണ് യൂസ് ചെയ്യുന്നത് റൂൾസ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയർ ദ റൂൾസ്. അപ്പം ഈ മെത്തേഡിൽ ഡേറ്റാബേസിലുള്ള ഓരോ ഫാക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ടൈം ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് സെറ്റുകളിൽ എക്സ്പെർട്ട് സിസ്റ്റംസ് ആദ്യം തന്നെ ഫയർ ചെയ്യുന്നു. എന്നിട്ട് അതിന് ആൻസിഡൻ്റ് ആയിട്ടുള്ള റൂൾസ് ഇത് ഡേറ്റാസിനെ യൂസ് ചെയ്യുന്നു. ഡേറ്റാബേസിൽ മോസ്റ്റ് റീസെൻ്റ്ലി ആഡ് ആയിട്ടുള്ള എന്താണ് മെറ്റാ നോളജ്? മെറ്റാ നോളജ് നമുക്ക് നോളജ് അബൌട്ട് നോളജ് എന്ന് പറയാം. മെറ്റാ നോളജ് എന്ന് പറയുന്ന നോളജ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഡൊമെയിൻ നോളജാണ് ഇവിടെ യൂസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നോളജിനെയാണ് മെറ്റാ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റത്തിലെ ഡൊമെയിൻ നോളജിനെ ഉപയോഗിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുള്ള കുറച്ച് നോളജുകളുണ്ട്. ആ നോളജുകളെയാണ് നമ്മൾ മെറ്റാ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൽ മെറ്റാ നോളജുകൾ നമുക്ക് മെറ്റാ റൂൾസിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മെറ്റാ റൂൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസിനെ എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള. മെറ്റാ റൂൾ 1 എക്സ്പെർട്സ് സപ്ലൈ ചെയ്തിരിക്കുന്ന റൂൾസിന് ഹൈ പ്രയോറിറ്റി ആണ് നോവിസസ് സപ്ലൈ ചെയ്തിരിക്കുന്ന റൂൾസിനേക്കാളും. മെറ്റാ റൂൾ 2 ഒരു ഹ്യൂമൻ ലൈഫ്സിനെ റെസ്ക്യൂ ചെയ്യാനുള്ള റൂൾസ് അതിന് ഹയർ പ്രയോറിറ്റിയാണ് ഈ പവർ സിസ്റ്റം എക്യുപ്മെൻറ്റിലെ ഓവർലോഡ് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റിയുള്ളത്. റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ നോളജ് റെപ്രസെൻറ്റേഷൻ, യൂണിഫോം സ്ട്രക്ചർ. ഇപ്പോൾ നാച്ചുറൽ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സ്പെർട്ട് അത് പ്രോബ്ലം സോൾവിങ് പ്രൊസീജിയേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ഇൻ സച്ച് ആൻഡ് സച്ച് സിറ്റുവേഷൻ ഐ ഡു സോ ആൻഡ് സോ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഇഫ് ദെൻ പ്രൊഡക്ഷൻ റൂൾസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. യൂണിഫോം സ്ട്രക്ചർ ഇവിടെ നിന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ റൂളിന് ഒരു യൂണിഫോം ആയിട്ടുള്ള ഇഫ് ദെൻ സ്ട്രക്ചർ ഉണ്ട്. ഓരോ റൂളെന്ന് പറയുന്നതും ഒരു ഇൻഡിപെൻഡൻറ്റ് പീസ് ഓഫ് നോളജാണ്. ഇത്
സിന്തസിസ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസിനെ എനേബിൾ ചെയ്യുന്നു ടു ബി സെൽഫ് ഡോക്യുമെൻറ്റഡ്. അഡ്വാൻറ്റേജസ് ഓഫ് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റംസ്. ഇവിടെ നിന്ന് പറയുമ്പോൾ പ്രോസസ്സിങ്ങിൽ നിന്നും നോളജിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഒരു റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊരു എഫക്റ്റീവ് സെപ്പറേഷൻ ഓഫ് നോളജ് ബേസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻഫറൻസ് എൻജിൻസിൽ നിന്നും. ഇത് പോസിബിൾ ചെയ്യുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസിങ് സെയിം എക്സ്പെർട്ട് സിസ്റ്റം ഷെൽ. ഇത് ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസർട്ടൻ നോളജിനെ ഡീൽ ചെയ്യുന്നു. മോസ്റ്റ് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റംസ് ആർ കേപ്പബിൾ ഓഫ് റെപ്രസെൻറ്റിംഗ് ആൻഡ് റീസണിങ് വിത്ത് ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസർട്ടൻ നോളജ്. കൂടുതലും റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റംസ് അൺസർട്ടൻ നോളജ്, ഇൻകംപ്ലീറ്റ് നോളജ് ഇവയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനും റീസൺ ചെയ്യാനും കേപ്പബിളാണ്. ഇനി റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒപ്പേക് റിലേഷൻ ബിറ്റ്വീൻ റൂൾസ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ റൂൾസ് റിലേറ്റീവ്ലി സിമ്പിൾ ആണെങ്കിൽ പോലും സെൽഫ് ഡോക്യുമെൻറ്റഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ലോജിക്കൽ ഇൻട്രാക്ഷൻ വിത്ത് ലാർജ് സെറ്റ് ഓഫ് റൂൾസ് അത് ഒപ്പേക്ക് ആയിരിക്കും. റൂൾ ബേസ്ഡ് സിസ്റ്റംസ് അത് ഡിഫിക്കൽട്ടാണ് ടു ഒബ്സർവ് ഹൗ ഇൻഡിവിജ്വൽ റൂൾസ് സെർവ് ദ ഓവറോൾ സ്ട്രാറ്റജി. അപ്പോൾ ഈ റൂൾ ബേസിസിൽ നമുക്ക് ഈ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽ റൂൾസും ഓവറോൾ സ്ട്രാറ്റജിനെ സെർവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കത് നോക്കിയാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ. ഇൻഎഫക്റ്റീവ് സെർച്ച് സ്ട്രാറ്റജി. ഇൻഫറൻസ് എൻജിൻസ് എക്സോസ്റ്റീവ് സെർച്ച് അപ്ലൈ ചെയ്യുന്നു എല്ലാ പ്രൊഡക്ഷൻ റൂൾസിലും ഓരോ സൈക്കിളിലും. എക്സ്പെർട്ട് സിസ്റ്റംസിന് ലാർജ് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇത് സ്ലോ ആകാം. അങ്ങനെ ലാർജ് റൂൾ ബേസ്ഡ് സിസ്റ്റംസിന് റിയൽ ടൈം ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരാം. കാരണം ഒരുപാട് റൂൾസുകളുണ്ട്, ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്, റീസണിങ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എളുപ്പത്തിൽ റിസൾട്ട് ലഭിക്കണമെന്നൊന്നുമില്ല. ഇന്നബിലിറ്റി ടു ലേൺ. ഇൻ ജനറൽ റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിന് ശരിക്കും എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ഇല്ല. ഒരു ഹ്യൂമൻ സിസ്റ്റത്തെ പോലെ ഇപ്പോൾ ഹ്യൂമൻ എക്സ്പെർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഏത് സമയം എപ്പോഴൊക്കെ റൂളുകൾ ബ്രേക്ക് ചെയ്യണമെന്ന് ഹ്യൂമൻ എക്സ്പെർട്ടിന് അറിയാം. പക്ഷേ ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിന് ഈ നോളജ് ബേസിനെ ഓട്ടോമാറ്റിക്കലി മോഡിഫൈ ചെയ്യുകയും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും എക്സിസ്റ്റിംഗ് റൂൾസ് ഒരു പുതിയ ന്യൂ വണ്ണിനെ തനിയെ ആഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നോളജ് എഞ്ചിനീയർ ആഡ് ചെയ്യുക, റിവൈസിങ് ചെയ്യുക, സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്യുന്ന നോളജ് എഞ്ചിനീയറാണ്. അപ്പം നോളജ് എഞ്ചിനീയർ സഹായത്തോടെ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. നിങ്ങൾക്ക് റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തെ പറ്റി ഉള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.